صوت لازق لي لزق انا ما صدق اللي مزمزم. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്, അതും ദുബായിലേക്ക്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ ഇതാട്ടോ ഞങ്ങളെ റൂം. ഞാനും അമ്മയും ഒരു റൂമിലാണ്. അൽനൈദയിലാണ് നമ്മൾ താമസിച്ചതൊക്കെ. പിന്നെ അപ്പം നമ്മൾ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ പോകുന്നത് മിറാക്കിൾ ഗാർഡനിലേക്കാണ്. മിറാക്കിൾ ഗാർഡൻ ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു സ്ഥലം കാണണമെന്ന്. അത് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ ആദ്യത്തെയാണ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ തന്നെ ഏൺ ചെയ്ത് സേവ് ചെയ്ത പൈസയ്ക്ക് എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണം എന്നുള്ളത്. അത് ദൈവം സഹായിച്ച് സാധിച്ചു. അപ്പം മിറാക്കിൾ ഗാർഡനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദുബായിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലങ്ങളിൽ ഒന്നാട്ടോ മിറാക്കിൾ ഗാർഡൻ. ഇവിടെ നോക്കുമ്പോൾ എല്ലാ ഭാഗത്തും പൂക്കൾ മാത്രമായിരിക്കും. ഒരേ ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സാണ് എല്ലാ സ്ഥലത്തും കാണുന്നത്, പക്ഷെ പല പല നിറങ്ങളിലായിട്ട് കാണാം. നിറങ്ങളുടെ ഒരു ലോകം പോലെ നമുക്ക് തോന്നും കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ എല്ലാ ഭാഗത്തും പൂക്കൾ മാത്രമേ ഉള്ളൂ. പൂക്കൾ എന്ന് പറഞ്ഞാൽ എനിക്കും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഞാൻ ട്രിപ്പ് വന്നിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ ഫാമിലി ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ പാക്കേജ് ത്രൂ ആട്ടോ വന്നതൊക്കെ. അതാകുമ്പോൾ നമുക്ക് അത്ര എളുപ്പമാണ്. അവർ തന്നെ എല്ലാം നോക്കിക്കോളും. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അവരെ ഫോളോ ചെയ്താൽ മാത്രം മതി. അതാണ് പാക്കേജ് കൊണ്ടൊരു ഗുണം. കുറച്ച് പൈസ കൂടുതലാവുമെങ്കിലും കുറച്ചുകൂടി കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ലക്ഷക്കണക്കിന് പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ഒരുപാട് ഹാർട്ട് ടണലുകൾ, അതുപോലെ തന്നെ എയർപ്ലെയിൻ മോഡലുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ കാർട്ടൂൺ ഫിഗറുകളൊക്കെ കാണാൻ വളരെ നമുക്ക് അത്ഭുതം തോന്നും. ഓരോ കോണും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് സ്പോട്ടാട്ടോ. മിറാക്കിൾ ഗാർഡൻ പോലുള്ള വലിയ പൂന്തോട്ടങ്ങളിൽ വെള്ളം കൊടുക്കുന്നത് വളരെ പ്രത്യേകമായ രീതിയിലാട്ടോ. മരുഭൂമി പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ സ്വാഭാവികമായി വെള്ളം കുറവാണ്. അതുകൊണ്ട് സർക്കാർ യൂസ് ചെയ്യുന്നൊരു സ്മാർട്ട് വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ വെച്ചാൽ റീസൈക്കിൾ ചെയ്ത വെള്ളമാണ് ഈ ചെടികൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. വീടുകളിലൊക്കെ മറ്റും ഉപയോഗിച്ച വെള്ളം പിന്നീട് അത് റീസൈക്കിൾ ചെയ്തിട്ടാണ് ഈ വെള്ളമാണ് ഈ തോട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്. ദുബായിലെ മരുഭൂമിയുടെ നടുവിൽ ഇങ്ങനെയൊരു പൂക്കളുടെ ഒരു സ്വർഗം ഉണ്ടെന്ന് വിശ്വസിക്കാനാവില്ല. കാരണം 150 മില്യൺ പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഫ്ലവർ ഗാർഡൻ ആട്ടോ ഇത്. എവിടേക്ക് നോക്കിയാലും നിറങ്ങളുടെയും സുഗന്ധത്തിൻ്റെയും ഒരു ഉത്സവം പോലെയാണ് നമുക്ക് തോന്നുക. പിന്നെ ഇവിടെ ഹാർട്ട് ഷേപ്പ് ടണലുകൾ കാണാൻ പറ്റും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഒരുപാട് കപ്പിൾസ് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയാണ്. അപ്പം ഞാൻ ഇട്ട സൽവാർ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഹസ്ബൻഡ് ആക്ച്വലി ഇപ്പോൾ ഓൺ സൈറ്റിലായതുകൊണ്ടാണ് എനിക്ക് കൂടെ വരാഞ്ഞത്. ഇവിടെ കാണുന്ന വേറൊരു എനിക്ക് അത്ഭുതം തോന്നിയത് എന്താ വെച്ചാൽ എമിറേറ്റ്സിൻ്റെ ഒരു എയർപ്ലെയിൻ മോഡൽ ഉണ്ട് കേട്ടോ. ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഇത് വേൾഡ് റെക്കോർഡ് കിട്ടിയതാണെന്നൊക്കെയാണ് പറയുന്നത്.
ഇത് ഈ പ്ലെയിൻ മോഡൽ എന്ന് പറഞ്ഞാൽ മുഴുവനും പൂക്കൾ കൊണ്ട് മൂടിയൊരു വലിയ വിമാനം കേട്ടോ. അതുപോലെ തന്നെ നിറങ്ങളിലുള്ള വാക്കിംഗ് പാത്വേസും അംബ്രല്ല സ്ട്രീറ്റ്സും ഒക്കെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് രാവിലെ പോയാൽ തണുത്ത കാലാവസ്ഥയായിരിക്കും. ഫ്രഷ് ഫ്ലവേഴ്സും കൂടി ആകുമ്പോൾ നമുക്ക് വളരെ പ്ലസൻ്റ് ആവും. അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിറാക്കിൾ ഗാർഡനിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞാൻ കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് നടന്ന് എല്ലാം ഷൂട്ട് ചെയ്യാൻ. കാരണം എനിക്ക് ഒരുപാട് ഷൂട്ട് ചെയ്യാനുള്ളത് കൊണ്ട് ഞാനധികം ഫ്രണ്ടിൽ പോയി. അതുപോലെ എനിക്ക് വളരെ എന്താ പറയുക, മനസ്സിനൊക്കെ ഭയങ്കര ഒരു കാമും ആ ഒരു ഈവനിങ് ടൈമിലുള്ള ലൈറ്റുകളൊക്കെ തെളിയുന്ന സമയത്ത് നമുക്കൊരു ഫെയറി ടെയിൽ വേൾഡ് പോലെയൊക്കെ തോന്നും മിറാക്കിൾ ഗാർഡൻ. പണ്ടൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ പ്ലേസ് കാണുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് വരാൻ പറ്റുമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഞാൻ ദുബായിലേക്ക് തന്നെ വരണമെന്ന് വിചാരിച്ചില്ല. ഇതൊക്കെ പെട്ടെന്നുള്ള ഓരോ തീരുമാനങ്ങളായിരുന്നു. അപ്പോൾ 4 days ആണ് ഞങ്ങളുടെ ട്രിപ്പ്. അതിൽ 2ാമത്തെ ദിവസം നമ്മൾ പോകുന്നത് ബുർജ് ഖലീഫയിലേക്കാട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാണ്ടാവും, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണ് ബുർജ് ഖലീഫ എന്ന്. അത് നേര് കണ്ടപ്പോൾ അതിൻ്റെ ഭംഗികളൊന്നും എനിക്ക് വാക്കുകൾ പറയാൻ പറ്റില്ല. കാരണം 163 നിലകളാണ് ഇതിനുള്ളത്. ഇവിടെ നിലയിൽ നിന്ന് ദുബായ് നഗരം മുഴുവൻ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഞങ്ങൾ 124, 125 ഫ്ലോറിലാണ് പോയത്. അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ദുബായ് ഫുള്ള് കാണാൻ പറ്റും. അതുപോലെ ഒരു പാം ട്രീ ഏരിയ ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ഒരു വ്യൂ ആണ്, ഒരു രക്ഷയില്ല കേട്ടോ. അതുപോലെ തന്നെ രാത്രിയിലാണ് നമ്മൾ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ലൈറ്റുകളും ഒക്കെ വരുമ്പോഴേക്കും രാവിലത്തെക്കാട്ടും ഭംഗിയായിരിക്കും രാത്രി എന്നാണ് പറയുന്നത്. കാരണം ഞാൻ രാത്രിയല്ല പോയത്, അതുകൊണ്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാനത് കേട്ടത് അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ 20ഓ 22ഓ ഏതാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഫ്ലോറിൽ മോഹൻലാലില്ലേ നമ്മളെ ആക്ടർ, അവർക്കൊരു ഫ്ലാറ്റ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് വേൾഡ് റെക്കോർഡ്സ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. എന്താണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് സ്വിമ്മിംഗ് പൂള്, ഹോട്ടൽ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ദുബായിൽ വരികയാണെങ്കിൽ ബുർജ് ഖലീഫ കാണാതെ പോയാൽ യാത്ര പൂർണ്ണമാവില്ല കേട്ടോ. ഇതൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു ഓർമ്മയാണ്. അതുപോലെ തന്നെ ജീവിതകാലം മുഴുവൻ മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് ആട്ടോ ബുർജ് ഖലീഫേൻ്റെ ഒരു ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ ദുബായ് മോളിൽ എൻ്റർ ചെയ്തു. അവിടെ കാണുന്ന വേറൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ എക്വോറിയം കേട്ടോ. ഞങ്ങൾ ആക്ച്വലി എക്വോറിയത്തിൻ്റെ അകത്തേക്കൊന്നും പോയിട്ടില്ല. ഇത് നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ്. ഭയങ്കര ഭംഗിയാട്ടോ. ഇത്രയും വലിയ ഒരു എക്വോറിയം ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഇതെൻ്റെ വല്യച്ഛനാണ്, അച്ഛൻ്റെ ഏട്ടനാണ്. അപ്പം അച്ഛൻ്റെ ഏട്ടൻ്റെയും ആദ്യത്തെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് മൂപ്പർക്കുണ്ട്. പിന്നെ നമ്മൾ വൈകുന്നേരമാണ് നമ്മൾ ഡെസേർട്ടിൽ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡെസേർട്ട് കാണുന്നതും അതിലൂടെ നടക്കാൻ പറ്റുന്നതും ഒക്കെ. അപ്പം ഫസ്റ്റ് നമുക്ക് വരുന്നത് ഒരു ഡെസേർട്ട് സഫാരി ആയിരുന്നു. ഡെസേർട്ട് സഫാരി കിടിലം എന്ന് പറഞ്ഞാൽ അത്രയും കിടിലമാണ്. ചിലപ്പോൾ നമുക്ക് വോമിറ്റിംഗ് ഒക്കെ തോന്നും. അപ്പം ഞാൻ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എന്തായാലും വോമിറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു അടിപൊളിയായിരുന്നു കേട്ടോ ഇത്. അതുപോലെ തന്നെ ഞങ്ങളെ ഡ്രൈവർ എന്ന് പറഞ്ഞ ഒരു അറബിയായിരുന്നു. അപ്പം അവരാണെങ്കിലും ഞങ്ങളോട് വളരെ കമ്പനിയായിട്ടും അതുപോലെ തന്നെ ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തരികയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കോഴിക്കോട് നിന്ന് അലുവയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഞങ്ങൾ കൊടുത്തപ്പോൾ, ഈ ഡ്രൈവർക്ക് കൊടുത്തപ്പോൾ അവർക്ക് അതൊക്കെ അറിയാം. കോഴിക്കോട് ഹൽവ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ പാരഗൺ റെസ്റ്റോറൻറ്റൊക്കെ അവർക്ക് അറിയാമായിരുന്നു. ബിരിയാണി അതിനെക്കുറിച്ചൊക്കെ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കമ്പനി ആയിട്ടുള്ള ഒരാളായിരുന്നു ഞങ്ങളെ കൂടെ ഡ്രൈവറായിട്ട് വന്നത്.
ഫുൾ ടൈം പൊടിക്കാറ്റുമാണ്, അതേപോലെ തന്നെ ചൂട്. പിന്നെ നമ്മൾ പോയ സമയം നല്ലൊരു സീസൺ ആയിരുന്നു, അതുകൊണ്ട് അധികം ചൂടൊന്നുമില്ല. പിന്നെ കാറ്റിങ്ങനെ പൊടിക്കാറ്റിങ്ങനെ വീശുമ്പോൾ വായിലും കണ്ണിലൊക്കെ ഇങ്ങനെ മണൽ പോകും കേട്ടോ. അതുപോലെ നടക്കാൻ ഭയങ്കര ടഫാണ്. ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നതെന്ന് വെച്ചാൽ ആടുജീവിതത്തിലെ നജീബിനെ കുറിച്ച് ഞാൻ ആലോചിച്ചു, അയാൾ എങ്ങനെ ഈ മരുഭൂമിക്കൂടെ ഓടി രക്ഷപ്പെട്ടു എന്ന്. പിന്നെ രാത്രിയായപ്പോൾ നമുക്ക് ഡെസേർട്ട് വെച്ചിട്ട് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. പ്രോഗ്രാംസൊക്കെ പറഞ്ഞാൽ കിടിലം പ്രോഗ്രാംസാണ്. ഞാൻ ഫുൾ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം സ്പോയിലറായിപ്പോവും. അപ്പോൾ ഓരോരോ ചെറിയ ചെറിയ പോർഷൻസാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലാണ്. കാരണം അവരിങ്ങനെ കറങ്ങുന്ന ഈ ഡാൻസൊക്കെ ശരിക്കും പറയുക വെച്ചാൽ അവർ എത്ര നേരം അറിയാം കറങ്ങുന്ന, അവർക്ക് തല കറങ്ങുന്നൊന്നുമില്ല. കാണുന്ന എനിക്ക് തല കറങ്ങുന്നുണ്ടായിരുന്നു, കാരണം അതുപോലെ ഫുൾ ടൈം അവർ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫയർ ഷോ ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ രാത്രിയിൽ ഈ ക്യാമ്പിൽ നമുക്ക് ബാർബിക്യൂ ഉണ്ടായിരുന്നു. പിന്നെ ട്രഡീഷണലായി ഡാൻസ് ഷോന് ശേഷം ഇടയ്ക്ക് ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡെന്ന് പറഞ്ഞാൽ പക്കാ അറബിക് ഫുഡായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല, കാരണം എനിക്ക് ആ ടേസ്റ്റൊന്നും അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല അറബിക് ഫുഡിൻ്റെ അത്. പിന്നെ നമുക്ക് അവിടുന്ന് മെഹന്തി ഫ്രീ ആയിട്ട് ഇട്ട് തരുന്ന അങ്ങനത്തെ കുറേ ഏരിയാസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ നമുക്ക് ഇട്ട് തരും. പിന്നെ കൂടുതലായിട്ട് നമുക്ക് മെഹന്തി ഇടണമെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് ഫുൾ ഇടാം. അപ്പം ഞങ്ങളെല്ലാവരും ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു ഡിസൈൻ മാത്രം ചെയ്യിപ്പിക്കുക ചെയ്തത്. പിന്നെ നമുക്ക് അവിടെ ഫാൽക്കണിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരമുണ്ട് കേട്ടോ. അപ്പം ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ, ബാക്കി എൻ്റെ കൂടെ വന്ന ആരും അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ ഫാൽക്കണിൻ്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ക്യാമൽ റൈഡ് ഉണ്ടായിരുന്നു കേട്ടോ. ക്യാമൽ റൈഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് വരാം, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ മാത്രമാണ് ക്യാമൽ റൈഡിലും പോയത്. അതൊരു ഭയങ്കര ഫണ്ണി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അറബിക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാമായിരുന്നു, പക്ഷെ അത് എന്നോട് വിട്ടുപോയി സത്യം പറയിച്ചാൽ. കാരണം എന്താ വെച്ചാൽ ഇവരുടെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു പോയി. ഞാൻ ഇതിലെല്ലാം കറങ്ങി വരുമ്പോഴേക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അപ്പം എനിക്ക് അറബിക് ഡ്രസ്സിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ അവിടുത്തെ അവരുടേതായ എന്തൊക്കെയോ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ചൊക്കെ അതൊക്കെ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അവരുടെ മെയിൻ ഫുഡ് എനിക്ക് ഒട്ടും പറ്റിയില്ല. എനിക്ക് ബാർബിക്യൂ മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ, വേറൊന്നും എനിക്കങ്ങനെ കഴിക്കാൻ പറ്റിയില്ല. ആർക്കും അങ്ങനെ ആ ഒരു ടേസ്റ്റ് എന്തോ പിടിക്കുന്നില്ലായിരുന്നു. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ക്യാമലിൻ്റെ പുറത്താട്ടോ ഞങ്ങൾ കയറ്റിയിട്ട് റൈഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ ക്യാമൽസിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ചിരി വരിക, കാരണം ജസ്റ്റ് അവരങ്ങനെ അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു, അതോടെ കഴിഞ്ഞു. അങ്ങനെ മൂന്നാമത്തെ ദിവസം നമ്മൾ അബുദാബിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അബുദാബിയിലേക്ക് പോകുന്ന വഴി നമുക്ക് നമ്മുടെ ഗൈഡ് ഇവിടുത്തെ ഗവൺമെൻറ്റിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു കേട്ടോ. ദുബായ് സർക്കാർ വളരെ മോഡേണും അതുപോലെ തന്നെ സ്മാർട്ടും ആട്ടോ. ടാക്സ് ഇല്ലാത്തൊരു ജീവിതമാണ്, അതുപോലെ തന്നെ മികച്ച റോഡുകൾ, അതുപോലെ ഇവിടുത്തെ സുരക്ഷ, നമുക്ക് രാത്രിയൊക്കെ നല്ല സേഫായിട്ട് ഇറങ്ങി നടക്കാം ദുബായിൽ. അതുപോലെ വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു സിറ്റിയാണ്. പിന്നെ ടൂറിസം, ബിസിനസ്, ടെക്നോളജി ഇതെല്ലാം അവർ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പം കാണിക്കുന്ന ഇതാണ് അബുദാബി ടെമ്പിള്. ഈ ടെമ്പിളിലേക്ക് നമുക്ക് ഇവിടുന്ന് കേരളത്തിലൊരു അമ്പലത്തിലേക്ക് പോകുന്ന മാതിരി പോകാൻ പറ്റില്ല. ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. നമ്മുടെ പാസ്പോർട്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ടെമ്പിളിലേക്ക് എത്തുന്നത് കേട്ടോ. ഒരു നോർത്തേൺ സ്റ്റൈൽ ഓഫ് ആണ് ഈ ടെമ്പിൾ ബിൽഡ് ചെയ്തതൊക്കെ. അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് കിട്ടുന്നൊരു പ്രസാദവും എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. ഒരു നോർത്തേൺ സ്റ്റൈൽ ഓഫ് പ്രസാദമാണ്. ഫുൾ ഗീ ഒക്കെ ആയിട്ട് എനിക്ക് അത്ര ടേസ്റ്റ് പിടിച്ചിട്ടില്ല.
എന്നാലും നല്ലതായിരുന്നു. അതുപോലെ ടെമ്പിളൊക്കെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ. അതുപോലെ എനിക്ക് തോന്നുന്നു ഈവനിങ് ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. അപ്പം ടെമ്പിൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എനിക്കതൊരു വിദേശത്ത് നിൽക്കുന്ന ഒരു ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒരു അടയാളം പോലെയാണ് കേട്ടോ തോന്നിയത്. നെക്സ്റ്റ് നമ്മൾ ഈവനിങ് പോകാൻ പോകുന്നത് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിലേക്കാട്ടോ. ഇത് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ പള്ളിയിലൊന്നാട്ടോ. ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. വെളുത്ത മാർബിൾ കൊണ്ടുള്ള ഒരു നിർമ്മാണം കേട്ടോ. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ കാർപ്പറ്റ് ഇവിടെയാട്ടോ കാണാൻ പറ്റുന്നത്. എനിക്ക് ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ മോസ്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ സൂര്യാസ്തമയ സമയത്താണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പം സൂര്യാസ്തമയ സമയത്ത് ഈ മോസ്ക് കാണാൻ ഭയങ്കര ഒരു സ്വർഗീയമായൊരു കാഴ്ചയാട്ടോ. മേമ പറഞ്ഞിട്ട് അമ്മേൻ്റെ കൈ വിടുന്നേ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ ഫോണായിട്ട് പോവും, അങ്ങനെ എന്നെ കാണൂല. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ തിരക്കൊക്കെ കണ്ടപ്പോൾ മേമ പറഞ്ഞ അമ്മേനോട് ഓളെ കൈ വിടണ്ടെന്ന്. അതാണ് ഇങ്ങനെ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നത് കേട്ടോ. പിന്നെ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഷോളൊക്കെ ഇട്ടിട്ട് തലയൊക്കെ കവർ ചെയ്യണം. അതുപോലെ തന്നെ കൈയിൻ്റെ ഫുള്ള് നമ്മൾ കൈ കവർ ചെയ്യണം, അല്ലെങ്കിൽ അപ്പം നമ്മളുടെ സെക്യൂരിറ്റി നമുക്ക് വാൺ ചെയ്യുന്നതായിരിക്കും. ബെറ്റർ നമ്മളൊരു പർദ്ദ ഇട്ട് വരുന്നതാണ് നല്ലത് കേട്ടോ. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പർദ്ദ ഉണ്ടെങ്കിൽ എടുത്തോളൂ എന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ച് അല്ലെങ്കിൽ നമുക്ക് ഷോൾ ഇട്ടാലും മതി, അല്ലെങ്കിൽ ഫുൾ സ്ലീവ്സ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ പർദ്ദ വാങ്ങി വേസ്റ്റ് ആക്കണ്ടല്ലോ, കാരണം പിന്നെ യൂസ് ചെയ്യുന്നില്ല. പിന്നെ അവിടെ എത്തിയപ്പോഴും നമ്മളെ കൂടെ വന്ന ആൾക്കാരൊക്കെ പർദ്ദ യൂസ് ചെയ്യുന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ ഇതുവരെ അത് ഇട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അറ്റാറിൽ തന്നെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു ആ ഒരു ഫീലിംഗ് കിട്ടുമായിരുന്നു എന്ന്. രാത്രി ഞങ്ങൾ വീണ്ടും അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് തന്നെ റിട്ടേൺ ചെയ്തു. എന്നിട്ട് അവിടെ ദുബായ് മോളിൽ രാത്രി ഫൗണ്ടൻ ഷോ ഉണ്ടാവും. അപ്പോൾ 7 മണിക്ക് അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള വെയിറ്റിങ്ങിലാണ് എല്ലാവരും. ഭയങ്കര തിരക്കായി കേട്ടോ. അതുകൊണ്ട് അവർ നമ്മളോട് പറഞ്ഞത് നിങ്ങൾ തന്നെ നിങ്ങളെ സൂക്ഷിക്കുക എന്നാണ്. പിന്നെ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ഫൗണ്ടൻ ഷോ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നമുക്ക് ഫൗണ്ടൻ ഷോ കാണാം. ഫൗണ്ടൻ ഷോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഇതൊക്കെ ശരിക്കും വെച്ചാൽ നേരിട്ട് കാണുമ്പോഴാട്ടോ അത്രയും ഭംഗി. നമുക്കിങ്ങനെ നമ്മൾ കുറച്ച് നേരം ആകെ ഒരു 5-10 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ അതിലിങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ആസ്വദിച്ചിരുന്നു. കാരണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഫൗണ്ടൻ ഷോന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം നമുക്ക് കേരള ഫുഡായിരുന്നു മോസ്റ്റ്ലി നമുക്ക് ഉണ്ടായിരുന്നത്.
കാരണം ഞാൻ പറഞ്ഞല്ലോ ഡെസേർട്ടിൽ മാത്രമാണ് നമുക്ക് ഒരു അറബിക് ഫുഡ് ഉണ്ടായത്. അപ്പം അത് നമ്മൾക്കാർക്കും അത്ര ടേസ്റ്റ് ഇതായിട്ടില്ല. അപ്പം കേരള ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരുന്നു. നല്ല നല്ല ഫുഡായിരുന്നു. ഒരുപാട് ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ശരിക്കും പറയുക ഫുഡ് കഴിച്ച് കഴിച്ച് ഞങ്ങൾക്ക് മടുത്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ 4th ഡേ ആയി, ലാസ്റ്റത്തെ ദിവസം. സത്യം പറയുക 4th ഡേ ഒക്കെ ആയപ്പോഴേക്ക് തന്നെ ഞങ്ങളെല്ലാവരും ടയേർഡായിന്. ഈവൻ ഞാൻ പോലും ടയേർഡായി. അപ്പം വീട്ടിൽ പോവാം എന്നുള്ള ഏകദേശം ആ ഒരു ഐഡിയയിലേക്കാണ്. നമ്മളിപ്പം 4 ദിവസമായിട്ട് ഫുള്ള് കറക്കം തന്നെയാണ്. ഫുഡ് കഴിക്കുക, സ്ഥലം കാണുക, സത്യം പറയുക എൻജോയ് ചെയ്യൽ തന്നെയാണ്. പക്ഷേ 4th ഡേ ആകുമ്പോഴേക്ക് തന്നെ നമ്മൾ അടുക്കും. അപ്പം നമ്മുടെ 4th ഡേയിൽ ഞങ്ങൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒന്ന് ഗോൾഡ് സൂക്കാണ്. അപ്പം ദുബായിൽ സ്വർണം വാങ്ങാൻ നമുക്ക് ഏറ്റവും പ്രശസ്തമായൊരു സ്ഥലം കേട്ടോ ഗോൾഡ് സൂക്ക്. പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന ചേച്ചിമാരും അതുപോലെ തന്നെ ബ്ലാക്ക് സൽവാർ ഇട്ടാട്ടോ എൻ്റെ അമ്മ. അപ്പോൾ എല്ലാവരും കൂടി ഒരു റീലിന് വേണ്ടിയിട്ട് ഒരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര വൈബായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുത്തെ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കരുത്, കാരണം മറ്റുള്ളവരുടെ പ്രൈവസി അതുകൊണ്ട് എടുക്കരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള നല്ല ബ്ലൂ കളറിലുള്ള ഒരു ബീച്ച് കേട്ടോ. കാണുമ്പോൾ സത്യം പറയാച്ചാൽ നമുക്ക് അതിൽ ഇറങ്ങാനൊക്കെ പറ്റും. പക്ഷെ നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, കാരണം നമുക്ക് ഇനിയും പ്ലേസസ് വിസിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത സ്ഥലമാണ് വരാൻ പോകുന്നത്, ഫ്യൂച്ചർ മ്യൂസിയം. ഇത് സാധാരണ ഒരു മ്യൂസിയം അല്ല കേട്ടോ. നമ്മുടെ ഭാവിയിലെ ലോകം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് അനുഭവിപ്പിക്കുന്ന ഒരു ടൈം മെഷീൻ പോലെയാണ് ഈ ഒരു മ്യൂസിയം. അപ്പം ഇതാണ് ദുബായിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തമായ ഒരു കെട്ടിടങ്ങളിലൊന്നായ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ. ഒരു വലിയ വട്ടവളയം പോലെ ആണ് ഈ കെട്ടിടം ചെയ്തിട്ടുള്ളത്. പുറത്ത് നമുക്ക് അറബിക് എഴുത്തുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. രാത്രിയിലെ ലൈറ്റുകളൊക്കെ തെളിയുന്ന സമയത്ത് ഇതിൻ്റെ ഭംഗി ഭയങ്കരമായിരിക്കും. അകത്ത് കയറുമ്പോൾ നമുക്ക് റോബോട്ടുകളൊക്കെ കാണാൻ പറ്റും. അതുപോലെ പുതിയ ടെക്നോളജി, സ്പേസ് മോഡലുകളെല്ലാം വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക കേട്ടോ. അതുപോലെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഓരോ ഫ്ലോറിലും പുതിയ കാര്യങ്ങൾ പഠിക്കാനും കാണാനും കഴിയും. ഞങ്ങൾ ശരിക്കും പറയാച്ചാൽ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ പോയിട്ടുള്ളൂ. കാരണം നമുക്ക് സമയക്കുറവ് കാരണം നമുക്ക് ശരിക്കും പറയാച്ചാൽ ദുബായ് മൊത്തം നമുക്കൊരു 4 ദിവസം കൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അവിടെ ശരിക്കും എല്ലാം കാണണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 മന്തെങ്കിലും നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാൻ വേണം. അതിനനുസരിച്ച് നല്ലോണം ക്യാഷും വേണം. എന്നാൽ മാത്രമേ നമുക്ക് ദുബായ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ദുബായിലേക്ക് വന്നാൽ നിങ്ങൾ ഈ മ്യൂസിയം തീർച്ചയായിട്ടും കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നാളെയുടെ ലോകം ഇന്നു തന്നെ കാണിക്കുന്ന ഒരു അനുഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പോകുന്നത് ലാസ്റ്റത്തെ പ്രോഗ്രാമാണ് നമ്മുടെ ഈ ദുബായ് ട്രിപ്പിലെ. ഏറ്റവും മനോഹരമായൊരു അനുഭവമായിരുന്നു കേട്ടോ ക്രൂയിസ് ഡിന്നർ. രാത്രിയിലെ ദുബായ് ലൈറ്റുകളിൽ തിളങ്ങുമ്പോൾ ബോട്ടിലിരുന്ന് യാത്ര ചെയ്യുന്നത് ശരിക്കും പറയുക ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇത് സാധാരണ ബോട്ടല്ല കേട്ടോ, 5 സ്റ്റാർ പോലെ അലങ്കരിച്ച ഒരു ഡിന്നർ ക്രൂയിസാണ്. ചുറ്റും ദുബായ് മറീനയിലെ ഉയരം കൂടിയ കെട്ടിടങ്ങളും വെള്ളത്തിൽ അവയുടെ ലൈറ്റ് റിഫ്ലക്ഷനൊക്കെ കാണുമ്പോൾ സത്യം പറയുന്നത് സൂപ്പറായിരുന്നു കേട്ടോ. അകത്ത് ലൈവായിട്ട് നമുക്ക് മ്യൂസിക്കും ഡാൻസും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബുഫേ ഡിന്നറും ഉണ്ടാവും. ഡിന്നറിന് നമുക്ക് എല്ലാ വെജും നോൺ വെജും എല്ലാം അടങ്ങിയ ഒരു ഫുഡ് ആയിട്ടുള്ള ഫുഡ്സ് ആയിരിക്കും.
പിന്നെ ഞാൻ ഫുഡിൻ്റെ പൊതുവെ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോസൊക്കെ നോക്കുന്ന സമയത്താണ് അതെന്തുകൊണ്ട് ഞാൻ ഫുഡിൻ്റെ ഒന്നും എടുത്തില്ല എന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെ ഒരു അടിപൊളി യാത്രയായിരുന്നു. ദുബായിൽ വന്നാൽ ക്രൂയിസ് ഡിന്നർ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ട്രൈ ചെയ്യേണ്ട ഒരു മെമ്മറി തന്നെയാണ് കേട്ടോ. അവിടെ വെച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ആദ്യമൊക്കെ കുറച്ച് ഷൈ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, വരുന്നില്ല ഒക്കെ പറഞ്ഞ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് ഡാൻസ് ചെയ്തു.